ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഉച്ചക്കിലേക്ക് ഉള്ള ഫുഡ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എന്നാ മതിയല്ലേ കപ്സ? അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ കപ്സ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ വേഗം കുളിയും കാര്യങ്ങളൊക്കെ തീർത്ത് വന്നതാട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പത്തേനും താത്ത അവിടെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അരി ഇതവിടെ പൊതിരാൻ വെച്ചിട്ട് അതിൻ്റെ സാധനങ്ങൾ, അതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ, പിന്നെ ഉള്ളി പച്ചമുളക് അങ്ങനത്തെ ഇത്, തക്കാളി അരച്ച് ഇതൊക്കെ ആക്കിയപ്പോൾ ഈ കുക്കറിലായിട്ട് നമ്മൾ വെക്കുന്നത്. കുക്കറിലാകുമ്പോൾ വേഗം ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചതാണ്. അടുപ്പത്ത് വെച്ചിട്ട് വേറെ റിസ്ക് എടുക്കേണ്ട വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള സൺഫ്ലവറും കൂടി വയ്ക്കുന്ന കേട്ടോ. അത് നിൽക്കാൻ പോയതല്ല. അപ്പൊ നമ്മുടെ അയിനാപ്പി എണീക്കുന്നുണ്ട്. ഓന് തൊട്ടിൽ ഉറങ്ങാണ്. അപ്പൊ ഞമ്മക്കൊന്ന് ഉറക്കത്തിൽ എണീറ്റാട്ടോ. അപ്പൊ കുഞ്ഞി ആട്ടിയപ്പോ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ കരഞ്ഞു. അപ്പൊ നമുക്ക് നമ്മളെ ഫുഡ് ബാക്കി നോക്കാം. ഇനി എന്താ ഇതല്ലേ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. എന്തൊക്കെയാ അത്? അത് അതിൻ്റെ കൂടെ ഉള്ളതാ? കൂടെ കിട്ടിയതാ? ഇവിടെ ഉള്ളതാ? കുരുമുളകില്ല, മല്ലിയും പട്ടയും ഏലയും കറാമ്പും വേലിയും. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇടാം കേട്ടോ. പച്ചമുളക് മുറിക്കൊന്നും വേണ്ട, അങ്ങനെ ഇടാനാ? മേലെ കുത്തി വെക്കാനല്ലേ? അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് പാട്ടി സെറ്റാക്കി എടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വാട്ടുമ്പോൾ ഒരു പ്രത്യേക മണമല്ലേ? കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാകാക്കാം. ഇപ്പോൾ വാടാൻ കണക്കായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വാടണ്ട അല്ലേ? ഈ സാധനം ഇതുവരെ ഉണ്ടാക്കിയില്ല. എനിക്ക് ഈ രണ്ടും ഇഷ്ടമല്ല, വലിയ താല്പര്യമില്ല. കഴിക്കും പക്ഷെ വലിയ താല്പര്യമില്ല. മന്തിനെക്കാട്ടി ഒരു ഒത്തിരി രസം കൂടുതൽ കപ്സയല്ലേ? നമ്മൾ ഓരോന്നോരോന്നാക്കിയിട്ട് ഇങ്ങനെ വാട്ടുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ഇത്രയും നേരം എന്താ കണ്ടോണ്ട്? ഇവിടെ ഒരാൾക്ക് റിമോട്ട് കൈ കിട്ടിയാലേ ടിവിയാണ് എടുക്കുള്ളൂ കേട്ടോ. ഒരാളൊന്നും മാറ്റാനോ എടുക്കാനോ പറ്റില്ല. അപ്പം വരെ പോകണം. ഇപ്പൊ ഉമ്മ വിളിച്ചപ്പോ പറയാണേ, നമുക്ക് വരെ പോയാലോ? മഴയെ കണ്ടിട്ടുള്ളൂ, നമുക്ക് വരെ പോയാലോ? ഉമ്മ ബസ് കയറിയിട്ട് ബത്തേരിയെന്ന് പറഞ്ഞാൽ ഒരുവിടെ ആക്കി തന്നോളൂ. അതിന് വരുമ്പോ ബസ് ആക്കിയാൽ മതിയോന്ന്. ഇനി വരുമ്പോ അവിടെ നിന്നോട്ടെ, ഞാൻ വരാട്ടോ. ഇനി അതിനൊരു ഐസ്ക്രീം ഐസ്ക്രീം തൊടാൻ പറ്റില്ല കേട്ടോ. രണ്ട് ഐസ്ക്രീം തന്നിട്ട് ഇനി ഫ്രീസർ തുറന്നു നോക്കുക ഐസ്ക്രീമിന് വേണ്ടിയിട്ട്. അതിന് തിന്നോട്ടെ കേട്ടോ. എന്താണ്ട് ടി വി കണ്ടോ? നിങ്ങൾ രണ്ടാളും ടി വി കാണുന്നല്ലേനോ? ഞാൻ ഇപ്പൊ സിനിമ കാണാൻ വരും. അതിന് മുമ്പ് പോയി ടി വി കണ്ടോ? ഓനോട് പറഞ്ഞോ വെച്ച് തരും. കുറച്ചു നേരം വെച്ച് തരാൻ പറഞ്ഞാൽ വെച്ച് തരും. വെച്ച് തരും. ചെല്ല് മോ, വെച്ച് തരും. അതാ മൂത്ത് പറയുന്നുണ്ട് കേട്ടോ. ഉറങ്ങിപ്പോയോ? ജോഡിയായിട്ടിരിക്കുന്നു, കനങ്ങാടിയിരിക്കുന്നു. നോക്കി രണ്ടെണ്ണം കണ്ടോ? അതാ നേരെ നോക്കി ആ കൊമ്പിലേക്ക് കണ്ടോ? ഓക്കെ, രണ്ടും ഒരേപോലത്തെ കിളിയല്ലേ? കഥയും പറഞ്ഞിരിക്കും പോലെ ഉണ്ട്. ഇരട്ടത്തലിച്ചല്ല, അത് വേറെ ഏതോ കിളിയാ. അത് പോയി. അത് കേട്ടപ്പോ പോയി. അത് പോയി. അതിന് വേറെ ഉണ്ടാവും. നമ്മളാ ഫ്രണ്ടിലുള്ള ആ ഇതിമ്മലുണ്ടായിന്, അതൊന്നും മുറിഞ്ഞു വീണേല്. ഇപ്പൊ അതാ സാധനം വാടി വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി എന്താ വയ്ക്കുന്നത്? തക്കാളി അരച്ചതാ. തക്കാളി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ജ്യൂസ് തെറിച്ച് മൊത്തത്തിൽ തെറിച്ച്
തണുത്ത വെള്ളം. മാഗി ക്യൂബാട്ടായി പൊടിച്ചിടുന്നത്. അല്ല അപ്പൊ ആദ്യം ഇത് ഇട്ടിട്ടല്ലേ ഉപ്പിടുക നമ്മള് നോക്കിയിട്ട്? അതായത് അരി എല്ലാം കൂടി വരുമ്പോൾ പാകമായി. കുഞ്ഞെന്താ തിന്നാത്ത? മന്തിയാ? കുഞ്ഞൊക്കെ തിന്നായിക്കൊന്നുമില്ല. ഏതോ ഒന്ന് തിന്നാത്തണ്ടാനല്ലോ. മന്തി അധികം പോകില്ല, തിന്നു. ഇത് അതിന്റെ കിറ്റിന്റെ കൂടെ ഉള്ള പൊടിയാട്ടോ, കബ്സ മസാലയാണ്. ഇതിലിടാളല്ലേ? ഇതെന്താ കെച്ചപ്പ് അതിനകത്ത് ഇടാനുള്ളതാ? അപ്പൊ ഒരു മസാല ഇട്ട് അടുത്ത മസാല ഇട്ടുകൊണ്ടിരിക്കാണ്. ഇതൊക്കെ അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്നത് രണ്ടും തന്നെയല്ലേ? ഇടുമ്പോ തന്നെ വരുന്നുണ്ട് മണം. ഫുള്ള് കണ്ട അതിന്റെ കൂടെ കിട്ടുന്ന മസാലയെക്കാട്ടി വേണം നമ്മൾ പാക്കറ്റ് കബ്സ മസാല വാങ്ങുന്നത്. ഇത് സെപ്പറേറ്റ് വാങ്ങിയതാ? നല്ല കബ്സേനെ മണം വരുന്നുണ്ട്. ഇവിടെ തന്നെ വായിൽ വെള്ളം വരുന്നു. കെച്ചപ്പും കൂടി പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടോ. ചിക്കൻ ഇതിനകത്തേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് ഇതിൻ്റെ ചിക്കൻ്റെ ഗ്രേവിയും അല്ല നീരും ഇതൊക്കെ കൂടി മിക്സ് ആയതിനു ശേഷം നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് പിന്നെ പിടിക്കും അല്ലേ? പിന്നെ അതിൻ്റെ വെള്ളം ഒഴിച്ച് ചോറിട്ടിട്ട് പിന്നെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ പോലെ ആക്കും. ഒന്നതൊന്ന് വേവട്ടെ, അതിൻ്റെ നീരൊക്കെ ഒന്ന് അതിനകത്ത് പിടിക്കട്ടെ. ഇതിന് മേലെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ രണ്ടും കൂടി ഒരുമിച്ചിട്ടൂടെ തന്നെ. ശരിക്കും മണം വന്നില്ല, നല്ല മണം വരുന്നുണ്ട്. ഉണ്ടാക്കുന്നതിന്റെ ചോട്ടിൽ നിന്നുള്ള പ്രശ്നം അത് അപ്പൊ തന്നെ തിന്നാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. രസം കേട്ടോ, മസാലേൻ്റെ രസം. ഞാനാക്കി ടേസ്റ്റ് നോക്കി. അതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് വേവണം, അതിന്റെ നീരൊന്ന് വേവണല്ലേ? ഒന്ന് തിളച്ചിട്ട് ആ നീര് ഇതൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞാല് ആവി ഇറക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മസാല വേറെ കോഴി വെച്ചതാട്ടോ. അപ്പൊ ഈ പാത്രത്തിന് ഒരു പാത്രം മസാലയും കൂടി കൂട്ടിയിട്ട് ഒരു പാത്രം വെള്ളമാണ് വേണ്ടിയത്, അല്ലേ കൂടി പോകും. അപ്പൊ അത് വേറെ പാത്രത്തിൽ മാറ്റിയിട്ട് വെള്ളം കണക്കാക്കി ഇനി നമുക്ക് കുക്കറിലേക്ക് തന്നെ ഒഴിക്കാം. ചിക്കനും അതവിടെ മാറ്റി വെച്ചിട്ട് ഇനി അതൊന്ന് എണ്ണയിലിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ചെറിയ ജസ്റ്റ് ഫ്രൈ പോലെ ആക്കണം. കണക്കിന് ഒഴിച്ചിട്ട് ചിക്കൻ ഇത് അവിടെ മാറ്റി വെച്ചിട്ട് ഇതിനെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ആക്കാം. നമുക്ക് ഇതിലേക്ക് അരി ഇടാനില്ല, തിളച്ചിട്ട് ഉണ്ടോ? മാഗി ക്യൂബ് ഒന്നേ ഇടുള്ളൂ. പാക്കറ്റിലൊന്നും ഇട്ടിട്ടുള്ളൂ, വേറെ വാങ്ങിയതുമില്ല. ഇതിൽ ഉപ്പ് മുന്നിൽ നിൽക്കണം, നല്ല രസം. ലേശല്ലേ? തിളക്കട്ടെ ഗൈസ്. ചിക്കൻ്റെ ഞാൻ പൊരിക്കാൻ വെക്കുന്ന കേട്ടോ. അത് നമ്മൾ ആ മസാല ഇട്ട് തിളപ്പിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഇതൊക്കെ പിടിച്ച് കഴിഞ്ഞകത്ത്. എന്നാലും നമുക്കൊന്നുകൂടി ഒന്ന് ഫ്രൈ പോലെ ആക്കാൻ വിചാരിച്ചിട്ട് ഫ്രൈ ആക്കാം കേട്ടോ. എന്തൊരു മല്ലിടല് റെഡിയായോ? ചിക്കൻ പൊരിച്ചത് ആൾക്കാർ വരുന്നു. ഇത് വിസിൽ വന്നത് നിൽക്കില്ലല്ലേ? 2-3 വിസിലല്ല ഒരുമിച്ച് പോകുന്നത്.
ആ നിന്ന് അത് വലിയ കുക്കറല്ല അപ്പൊ അതിനനുസരിച്ച് വിസിലുണ്ടാവും. മറ്റേത് വരുന്നതും പോകുന്നതും കാണാം. ഇവിടെ ചിക്കൻ പൊരിച്ചു വെക്കുന്നതിനനുസരിച്ച് തിന്നും തീരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചട്നി ഇതവിടെ ആയിട്ടുണ്ട് ചോറിനുള്ള. പിന്നെ ഒരു മെയിൻ ഐറ്റം ഞാൻ കാണിച്ചുതരാം. ഞങ്ങളുടെ ഫുൾ മയോണൈസ് ആട്ടോ, പാക്കറ്റാണ്. വേണ്ടവർക്ക് പൊട്ടിച്ച് എടുക്കാം. ഇത് മറ്റേ പരസ്യത്തിൽ കാണുന്ന സാധനല്ലേ, നമ്മളെ പൊരയിലുണ്ടായിരുന്നു മറ്റേ പച്ചക്കൂടുള്ളത്, കടയിലേക്ക് വേണ്ടി വാങ്ങിയ. അപ്പൊ ഇതാ നമ്മള് കുക്കറൊക്കെ തുറന്ന് സാധനം വെന്ത് നല്ലതായിട്ടുണ്ടോ മിക്സ് ആക്കണ്ടേ, ഇളക്കിക്കോ. ചിക്കനും കൂടി ഇടണം അതിനകത്ത്. ചോറ് ഇപ്പൊ തുറന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ചോറായോ ചോദിച്ച് നടക്കൽ തുടങ്ങിട്ടോ. ചിക്കനും കൂടി ഇടട്ടെ കേട്ടോ. ഓ ആവി അടിക്കുമ്പോ മണം അടിച്ച് കയറുന്നു. കുഞ്ഞു പറഞ്ഞ പോലെ വായിൽ വെള്ളം വരുന്നത്. അപ്പൊ നമ്മളിത് എവിടെ നിന്നാട്ടാ കഴിക്കുന്നത്? നീളത്തില് പായ വിരിച്ചിട്ടുണ്ട്, പ്ലേറ്റ് നടുക്ക് വെച്ചിട്ടുണ്ട്. അരിമലക്ക് ഇത് ഇവിടെ മിനിയാണാവുന്നുണ്ടേ. അതാ ചമ്മന്തി മയോണൈസ് സോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പടം കണ്ടോണ്ടിരിക്കുന്നതിന് കേട്ടോ. നുണക്കുഴിയോ അങ്ങനെയൊക്കെ പടം നല്ല പകുതി കണ്ടു വെച്ചിട്ട് കിടന്നതാണ്. നുണക്കുഴി അതേനെ. പിന്നെ നമുക്ക് ചോറൊക്കെ എടുത്തിട്ട് വന്നിട്ട് ബാക്കിയാണ്. അപ്പൊ അതാ ഒരാള് 2 പ്ലേറ്റ് വേണമെന്നുണ്ട്. 2 പ്ലേറ്റിലേക്ക് കേട്ടോ. 2 പ്ലേറ്റ് താങ്ങുമോ? 2 പ്ലേറ്റിലാണ് തിന്നുന്നത്. അപ്പൊ നമുക്കും കൂടി ഇരിക്കാട്ടോ, വട്ടത്തിൽ ഇരുന്നിട്ട് കഴിക്കാം. അപ്പൊ നമ്മളെ ചോറൊക്കെ ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം. ഓരോരുത്തരായിട്ട് വിളമ്പി ഇത് അവിടെ തിന്നല് തുടങ്ങി. എടാ സോസ് അങ്ങനെ കമത്തണ്ട, കുറച്ച്. മോന് ചോറ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഓനിക്ക് കൂടുതലാ ബിരിയാണി വേണ്ടേ, കുറച്ചല്ല. ആ പാത്രം കൊടുത്തേക്ക് മൊത്തത്തിലെടുത്തോട്ടെ. ആ ഇത് തിന്നിട്ടിട്ടാ തീട്ടോ പാത്രം രീതിക്ക് വെച്ചേച്ച്. ചൂട് ഫാനിട്ടാ നല്ല ചൂടാറിപ്പോലെ. ഇപ്പൊ പഠിച്ചേരാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല അടിപൊളി ചോറാണ്. അപ്പൊ സോസാണോ തട്ടിക്കൂട്ടല്ല, അടിപൊളിയായിട്ടോ. കഴിച്ചിട്ട്